ഈ ചേമ്പ് ഫ്രിഡ്ജിൽ കയറിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഡിഷ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ദാ നമ്മൾ ചേമ്പൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി കഴുകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുറച്ചിങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കറിലിടുക, എന്നിട്ട് ഒരു 2 വിസിൽ. ഇതിൽ കുറച്ചൊക്കെ കേടായത് കാരണം വെന്തതിൻ്റെ പകുതിയും കളയേണ്ടതായിട്ട് വന്നു. ഇത് ഞാൻ അവിയൽ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് ചേമ്പിൻ്റെ കുഴയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, നാടൻ സ്റ്റൈലൊക്കെ എപ്പോഴും പരീക്ഷിക്കുന്നതല്ലേ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിച്ചെടുക്കട്ടെ. അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് ഇതൊന്നും നമുക്ക് വേവിച്ച് കൊണ്ടുവരാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം ചൂടോടുകൂടി നമുക്ക് ഇതിൻ്റെ തൊലിയൊന്നും കളയാൻ പറ്റില്ല. ആ തോലൊക്കെ ഒരു തണുത്തതിന് ശേഷം നമുക്കതൊന്ന് തെറ്റിച്ച് കളയാം, പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് സത്യം പറഞ്ഞ് തെറ്റിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ കൊണ്ട് ഒരു സവാളയും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തോടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു രീതിയിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കുക പാനിലേക്ക്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമ്മുടെ ജീരകമൊന്നും അല്ല, നമ്മുടെ അയമോദകമില്ലേ, അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഓക്കെ, അത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തോളൂ കേട്ടോ. ഇതൊന്ന് എണ്ണയ്ക്കകത്ത് വാടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. ജസ്റ്റ് ഇതൊന്ന് വാട്ടിക്കൊണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു മസാല ഒന്ന് സെറ്റാക്കണം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുക, അതേ അളവിൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് എരിവ് കൂടുതലുള്ളതായതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. നല്ല എരിവുള്ള മുളകാണ്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കലക്കി ഒന്ന് വെക്കുക കേട്ടോ. ചൂടുവെള്ളമാണെന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതൊന്ന് കലക്കി അവിടെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കാണിച്ചു തരാം, ഇത് നല്ല രീതിയിലൊന്ന് കട്ടയില്ലാണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മളുടെ ഈ മസാലയാണ്, അത് ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇതിലേക്കൊരു ഇച്ചിരി കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇട്ട് കുറവായത് കാരണം. പിന്നെ ആ മസാല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ഒന്നുമില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ. അതും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ദാ കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളകി കൊടുക്കുക കേട്ടോ. ചില രീതിയിൽ ഈ സമയത്ത് തക്കാളി അരച്ച് ചേർക്കാറുണ്ട്. ഇത് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചേമ്പ് നമ്മുടെ വേവിച്ച് വെച്ച ചേമ്പ് കൂടി അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ സൈഡിലും മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഇല്ല എങ്കിൽ, നമ്മുടെ മാങ്ങ ഉണക്കി പൊടിച്ച പൗഡറാണ് ഈ പറയുന്ന ആംചൂർ പൗഡർ എന്ന് കേട്ടോ. അതില്ല എങ്കിൽ നമ്മൾ ഒരു നാരങ്ങ എടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആംചൂർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു പുളി കിട്ടും കേട്ടോ. അതിനാണ് അത് ചേർക്കുന്നത്. ഇവിടെ ഉള്ളവർ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ പിഴുപുളിയൊക്കെ വളരെ കുറച്ചേ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കിടുക്കാച്ചി ഒരു സംഭവമാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചേമ്പ് കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന സംഭവമാണ്. എനിക്കിവിടെ കിട്ടാൻ വളരെ ചുരുക്കത്തെ സമയങ്ങളിലൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആംചൂർ പൗഡറൊന്നും ഇല്ല, നാരങ്ങയില്ല എങ്കിൽ തക്കാളി അരിഞ്ഞ് ചേർത്തോളൂ. അപ്പോൾ ഒരു ടേസ്റ്റിന് വേറൊരു ടേസ്റ്റ് വരുമെന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ ഷെയർ, സപ്പോർട്ട്, ലൈക്ക് ഒക്കെ ഉണ്ടാകണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, എന്താ ഒരു ഭംഗി കാണാനൊക്കെ. അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.